അത് MM ഹോസ്പിറ്റലാണ്. ഡോക്ടർ മത്തായിച്ചൻ തന്നെയാണ് സംസാരിക്കുന്നത്. ആക്സിഡന്റോ? എവിടെ വെച്ച്? ഓഹോ, ചോദിക്കട്ടെ, ഇപ്പോഴത്തെ കണ്ടീഷൻ എന്തുവാ? ഈയിടെ ആക്സിഡന്റ് കേസുകൾ വളരെയധികം. ഇന്നലെ ആക്സിഡന്റ് ആയ ഒരു പേഷ്യന്റിന്റെ ഓപ്പറേഷൻ എനിക്ക് രാവിലെ അറ്റൻഡ് ചെയ്യാനുണ്ട്. ഒരു കാര്യം ചെയ്യൂ, ഹലോ, എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കാൻ നോക്കൂ. ഓക്കെ? മാതാവേ, അവിടുത്തെ കാരുണ്യം കൊണ്ട് ഇന്നേ വരെ ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേഷനും പാഴായിട്ടില്ല. ഇത് സക്സസ് ആക്കി തരണമേ. പപ്പ, അങ്ങയുടെ മകൻ ഡോക്ടർ മത്തായിച്ചൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇറങ്ങുകയാണ്. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. ഫ്രണ്ടേ. യെസ് ഡോക്ടർ. കമ്മിങ് സർ. യെസ്. ചൂട്ട്സ് എല്ലാം ക്ലീൻ ചെയ്തു. യെസ് ഡോക്ടർ. വെരി ഗുഡ്. ഓക്കെ. 65-76 നമ്പർ പേഷ്യന്റിന്റെ ENT ചെക്ക് ചെയ്തോ? ചെക്ക് ചെയ്തു. ഓക്കെ. വെരി ഗുഡ്. പക്ഷേ പത്മിനിയുടെ ഹൗസിംഗിന് ലീക്ക് ഉണ്ടോ എന്നൊരു സംശയം. 10 മിനിറ്റ് ഹൗസിംഗ് ചെക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. ഹൗസിംഗ് ആയതുകൊണ്ടാ. സോറി സാർ. ഓക്കെ. പൾസ് എങ്ങനെയുണ്ട്? ചെക്ക് ചെയ്തോണ്ടിരിക്കുക. ഒന്ന് സ്റ്റാർട്ട് ചെയ്യൂ. ശരി ഡോക്ടർ. ഓഫ് ചെയ്യൂ. ലങ്സ് വളരെ വീക്കാണല്ലോ. ഇങ്ങനെ പോയാൽ വീക്ക് ആവും. ശരിക്കും ബ്രീത്തിങ് കിട്ടുന്നില്ല. ശരിക്കും ഇടി കൊണ്ടതല്ലേ, ബ്രീത്ത് ചെയ്ത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. രാവിലെ തന്നെ നല്ല കോളാ. ആരാടാ ഡോക്ടർ മത്തായിച്ചൻ? ഞാനാ. നീ എന്തിന്റെ ഡോക്ടറാ? മോട്ടോറിന്റെ ഡോക്ടർ. മോട്ടോറിന്റെ ഡോക്ടറാ? അതെ. മൃഗങ്ങളെ ചികിത്സിക്കുന്നവരെ മൃഗ ഡോക്ടർ എന്ന് പറയുന്നു. അതുപോലെ തന്നെ വണ്ടികളെ ചികിത്സിക്കുന്നവരെ മോട്ടോർ ഡോക്ടർ എന്ന് പറയുന്നു. ഈ ഓയിൽ ചേഞ്ച് എന്ന് പറയുന്ന എനീമ മുതൽ ഹാർട്ട് ഓപ്പറേഷൻ എന്ന് പറയുന്ന എഞ്ചിൻ വർക്ക് വരെ ഈ മത്തായി മോട്ടോർ ഹോസ്പിറ്റൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. മനുഷ്യർക്കുള്ള സകല രോഗങ്ങൾ ഈ വണ്ടികൾക്കുണ്ട്. മൂക്കടപ്പ്, കാർക്കടപ്പ്, ജലദോഷം, ചൊവ്വാദോഷം, പനി, ഛർദി, പിന്നെ വയറിളക്കം. വയറിളക്കത്തിന് ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ ദി ഓയിൽ ലീക്ക് എന്ന് പറയുന്നു. ഈ ബാക്ക് പെയിൻ വരുമ്പോഴാണ് വണ്ടിയുടെ ബാക്ക് വീൽ പഞ്ചർ ആകുന്നത്. ഞാനിവിടുത്തെ ENT സ്പെഷ്യലിസ്റ്റ് ആണ്, മിസ്റ്റർ ഫ്രെഡി ലോപ്പസ്. അതൊക്കെ പോട്ടെ, സാറിന്റെ വണ്ടിക്ക്. സാറിന്റെ വണ്ടിക്ക് രോഗമൊന്നുമില്ല. ഇവിടെ പ്രസാദം ഉണ്ടോ എന്ന് അറിയാൻ. പ്രസാദം അമ്പലത്തിൽ കിട്ടും സാർ. പ്രസാദമല്ലടാ, പ്രസാദ്. 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 നമ്മുടെ പ്രസാദ്. അവനെ എവിടെ കണ്ടാലും തപ്പിയെടുത്തോണ്ട് എല്ലാം CSRന്റെ സ്പെഷ്യൽ ഓർഡറാ. എന്താ സാർ പ്രശ്നം? പ്രശ്നമൊക്കെ പറയാം. എവിടെ അവൻ? കാലത്ത് സ്കൂളിൽ പോയിരിക്കുക. സ്കൂളിൽ പഠിക്കുന്നു. അല്ല, മോളെ കൊണ്ടാക്കാൻ പോയി. ഏത് സ്കൂളിലാ? കോൺവെന്റ് സ്കൂളിലാ സാർ. അവനാണോ അല്ലേന്നൊക്കെ CSR തീരുമാനിച്ചോളും. നീ അവന്റെ കൂടെ കൂടിയപ്പോഴേ എനിക്ക് തോന്നിയതാ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കൂ. അല്ല, നിന്റെ എടാ, അവൻ ഇവിടുത്തെ മേജർ സർജനാണ്. നീ വേഗം പോയി അവന് ജാമത്തിൽ ഇറക്കാൻ നോക്കിയോ. ഇല്ലെങ്കിലേ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാനുള്ള എല്ല് പോലും അവന്റെ ശരീരത്തിന് കിട്ടൂല. അവന്മാരുടെ പോക്ക് കണ്ടിട്ട് സംഗതി ICU വിട്ട് കയറ്റിന്റെ കേസാ. എന്താണ് എന്താ അയ്യോ, ചാകാറായി. ഇനി അവനെ വിട്ടേക്കട്ടെ. ബാക്കി രൂപ എന്നെത്തിക്കൂന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ട് വിട്ടാ മതി. അവൻ എന്ത് പറഞ്ഞു? പറഞ്ഞതോ പുതിയതായി സാറിറക്കിയ ഭക്തിഗാനങ്ങളൊക്കെ റാപ്പ് മ്യൂസിക് ആണെന്ന്. മ്യൂസിക് സെൻസ് ഇല്ലാത്ത കൾച്ചർലെസ് ഫെലോസ്. താൻ എന്തിനാടോ ചിരിച്ചേ? വെറുതെ ചിരിക്കാൻ ഞാൻ എന്താ ഫലിതബന്ധുക്കൾ പറഞ്ഞോ? വിളിക്കവനെ. അവനെ കൊണ്ടുവന്നിട്ടുണ്ട് സാർ. ആരെ? പ്രസാദിനെ. അവനെയും വിളിക്കേ. എന്നെ താഴ്ചെത്തുന്നു. നിങ്ങളെന്താ എന്നെ തൂക്കി പോലീസ് എടുക്കാൻ പോകണം? കാസറ്റിന്റെ ബാക്കി കാശ് എപ്പോ കൊണ്ടുവന്ന് തരും? എന്റെ പൊന്നും ബെഞ്ചമിൻ സാറേ, ഇങ്ങനെ ഇടിച്ച് കൂമ്പ് കലക്കരുത്. 1000 കാസറ്റ് കെട്ടി ഏൽപ്പിച്ചല്ലേ, അതിലെ ആകെ 4 എണ്ണമേ വിറ്റിട്ടുള്ളൂ. ഓക്കെ മോഷണ ടൂണെന്നാ എല്ലാരും പറയണേ. പറഞ്ഞ നീയാണല്ലേ പ്രസാദ്? അതെ. സാർ എന്തിനാ എന്നെ വിളിപ്പിച്ചേ? കഴിഞ്ഞ ഓണത്തിനിറങ്ങിയ ആനവായിൽ അമ്പഴങ്ങ എന്റെ വായി കുമ്പളങ്ങ എന്ന മിമിക്രി പാരഡി കാസറ്റ് താനല്ലേ പുറത്തിറക്കിയത്? അതെ.
നല്ല സെയിൽസ് ആയിരുന്നല്ലേ? ഏകദേശം ഒരു 1,00,000 അടുത്ത് പോയിട്ടുണ്ട്. ആ, വെരി ഗുഡ് വെരി ഗുഡ്. ഈ ഓണത്തിന് ആ കാസറ്റിന്റെ 2ാം ഭാഗമായ എന്റെ വായിൽ മത്തങ്ങ നിന്റെ വായി ചേന ഞാൻ പുറത്തിറക്കും. ചൊറിയും സാർ. അല്ല, ചെറിയാനോടുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. ഓഹോ, ഇറച്ചി വിട്ടേര് മാത്രമേ എന്റെ കാസറ്റ് വാങ്ങിക്കുന്നല്ലേ താൻ പറഞ്ഞത്? താൻ എന്നെ അവമാനിക്കാൻ വേണ്ടിയില്ല അങ്ങനെ പറഞ്ഞേ? അല്ല സാറേ, ഞാൻ പറഞ്ഞത് സത്യ. ആണോ? അപ്പൊ ആരോട് ചോദിക്കണമെന്ന് പറഞ്ഞേ? അത് ഞാനും എന്റെ കൂട്ടുകാരൻ ഫ്രെഡിയും അതിനകത്ത് പാടിയിട്ടേ ഉള്ളൂ. ആഹാ. ബിസിനസ് കാര്യത്തെ കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. ഒരു വിൽപ്പനയില്ലാത്ത കാസറ്റ് അത്. പിന്നെ 1,00,000 കാസറ്റ് വിറ്റു എന്ന് പറഞ്ഞതോ? അത് 1,00,000 കാസറ്റ് വിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറയായിരുന്നു. നോക്കിച്ചത് തെറ്റാ? അപ്പൊ മിസ്റ്റർ പ്രസാദിന് അമ്പഴങ്ങ കാസറ്റ് ബിസിനസ്സുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല? ഇല്ല. ഞാൻ സാറിന് വേണ്ടി അങ്ങേരോട്ട് സംസാരിച്ചിട്ട് വിവരം അറിയിക്കാം. ഓക്കെ, അത് മതി. ഞാൻ പൊക്കോട്ടെ. അവിടെ നിന്നേ അനുകൂലമായ ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നെ നിരാശപ്പെടുത്തരുത്. ആയിക്കോട്ടെ. ഒരു മാടപ്രാവിന്റെ മനസ്സാണ് എനിക്ക്. അയ്യോ പാവം. കുറ്റവാളികൾക്ക് ഞാനൊരു പുലിയും. മോളെ എഴുതി പഠിക്കേ. HOME ഹോം. ഹോം എന്ന് വെച്ചാ എന്താ ഡാഡി? ഹോം എന്ന് വെച്ചാ വീട്. FATHER ഫാദർ. ഡാഡി എന്നല്ലേ ഡാഡി? അതെ, എന്റെ മമ്മി എപ്പോ വരും ഡാഡി? വരും. എപ്പോ വരും? മോള് പഠിച്ച് മിടുക്കി കുട്ടിയാകുമ്പോ മമ്മി വരും. വേണ്ട, ഇപ്പൊ വരണം. മമ്മി കുറുമ്പാണിച്ചപ്പോ ഡാഡി തല്ലി. അതുകൊണ്ട് വഴക്കിട്ട് പോയതല്ലേ. വഴക്ക് മാറുമ്പോ മമ്മി വരും. എന്റെ വ്യാകുല മാതാവേ, ഇപ്പഴാ ശ്വാസം നേരെ വീണത്. നിന്റെ ശാസ്ത്രം എന്തുറ്റി? ശ്വാസത്തിനൊന്നും പറ്റില്ല. രാവിലെ മുതലുള്ള ഓട്ടണേ. വർഷാപ്പിൽ നിന്ന് നേരെ പാർട്ടി ഓഫീസിലേക്ക്, അവിടുന്ന് കമ്മിറ്റി സെക്രട്ടറിനും കൊണ്ട് പഞ്ചായത്ത് മെമ്പറുടെ വീട്ടിലേക്ക്, അവിടുന്ന് 2 കൂട്ടി സ്റ്റേഷനിലെത്തി. അപ്പോഴറിയണേ നീ അവിടെ ഇല്ലെന്ന്. പിന്നെ കക്കായം ക്യാമ്പിലേക്കാണോ തുറക്കിമൺ ഡാമിലേക്കാണോ കൊണ്ടുപോയെന്ന് ആർക്കറിയാം. ഒടുവിൽ അറിഞ്ഞ് നിന്നെ വെറുതെ വിട്ടുന്ന്. പിന്നെ പഞ്ചായത്ത് മെമ്പർക്കും സെക്രട്ടറിക്കൊക്കെ ചിക്കനും വാറ്റീസൊക്കെ മേടിച്ചു കൊടുത്തു വന്നപ്പോ നേരെ അന്തിയായി. അതിരിക്കട്ടെ, നിന്നെ അവർ ഒരുപാട് തല്ലിയോ? പോടെ അവിടുന്ന്. എന്നെ അവരെന്ത് ചെയ്യാൻ? പിന്നെ നിന്നെ വിളിപ്പിച്ചേ? നമ്മളന്നിറക്കിയ പാരഡികാസ്റ്റ് ഇല്ലേ, അതിന്റെ സെക്കൻഡ് പാർട്ട് ആ സിഐക്ക് ഇറക്കണമെന്ന്. അയ്യടാ മോനെ, നമ്മളിവിടെ വയറ്റി പഴുപ്പിന് വേണ്ടിയാ ഓരോ പാരഡി കാസറ്റ് ഇറക്കണം. അങ്ങനെ പോയാൽ നമ്മുടെ തല വെച്ച് പാരഡി കാസറ്റ് ഇറക്കണ്ട. നീ എന്റെ പേര് പറഞ്ഞോ? ഹേയ്, എനിക്ക് മോശമല്ലേ, ഞാൻ പറഞ്ഞില്ല. കർത്താവേ കാത്തു. പോലീസുകാരെ പറ്റി പാരഡി കാസറ്റ് ഇറക്കണമെന്ന് ഞാൻ അന്ന് അറിഞ്ഞു കഴിഞ്ഞാ എന്റെ കോമഡി ഞാനിപ്പോ കട്ട് ചെയ്ത് പറഞ്ഞത്. റെഡി അങ്കിൾ, ഡാഡിയോട് വഴക്ക് ചെയ്യുമ്പോ എന്റെ മമ്മി എന്നെ കാണാൻ വരുമോ അങ്കിൾ? ഡാഡി പറഞ്ഞില്ലേ മമ്മി വരൂന്ന്. മോള് പോയിരുന്ന് നന്നായിട്ട് പഠിച്ച് മെഡിക്കാവട്ടോ. പുസ്തകം കൊണ്ടേക്കാം. കുട്ടി ഇംഗ്ലീഷൊക്കെ കൂട്ടി വായിക്കാൻ തുടങ്ങി. നീ കൊച്ചിന്റെ അടുത്ത് മമ്മി ഇന്ന് വരും നാളെ വരും പറഞ്ഞിരുന്നല്ലേ, സംഗതി കൊള്ളാവൂട്ടോ. എടാ, അവളുടെ അച്ഛനമ്മേ മരിച്ചു എന്ന് ഞാൻ എന്നെ മുഖത്തേക്ക് പറയും. മരിക്കാൻ നേരത്ത് എന്റെ മടിയിൽ കിടത്തി തന്നിട്ട് ചേച്ചി എന്നോട് പറഞ്ഞതാ, ഇനി അവളുടെ അച്ഛനമ്മയൊക്കെ നീയാന്ന്. ഞാൻ ഇതിങ്ങനെ ആരും ഒരു അറിയാതെ വെച്ചോണ്ടിരുന്നാൽ അവളുടെ ഭാവി ഉണ്ടാവും, നിന്റെ ഭാവി ഉണ്ടാവും. നിനക്ക് വേറെ ഒന്നും പറയാനില്ലേ? ഉള്ള നേരത്തെ അകത്തൊന്നല്ലേ കേറ്റാണ്ടാക്കാൻ നോക്കി. അപ്പൊ നീ ഒന്നും ഉണ്ടാക്കിയില്ലേ? ഇല്ല. ഇങ്ങനെ പോയാൽ എന്റെ ഭാവി ഉണ്ടാവും. ഭൂതം, ഭാവി, കൈരേഖശാസ്ത്രം, ഹസ്തശാസ്ത്രം, മുഖലക്ഷണം. കൈ നോക്കി കാര്യങ്ങൾ സിനിമ സ്ക്രീനിൽ കാണും പോലെ ക്ലിയർ ആയിട്ട് പറയും. ഒന്ന് നോക്കി പറയട്ടെ ചേട്ടാ. ഈ കൈ നോക്കി. ഈ കൈ നോക്കേണ്ട കാര്യമില്ല, ഞാൻ പറഞ്ഞുതരാം. നീ കരിയലിൽ മൂത്രം ഒഴിക്കുമ്പോ പറ സൗണ്ട് കേൾക്കാറുണ്ടോ? രാത്രി കിടന്നുറങ്ങുമ്പോ കണ്ണടയ്ക്കാറുണ്ടോ? എന്റെ അമ്മേ, ചിരിക്കുമ്പോ പല്ല് പുറത്ത് കാണാറുണ്ടോ? ഇത് തന്നെയാണ് നിന്റെ അസുഖം. നീ ഇയാളെ കാണണ്ട, നീ വല്ല മാനസിക ഡോക്ടർ പോയി കാണും. എന്നാ ചേട്ടന്റെ കൈ നോക്കട്ടെ. ചേട്ടന്റെ കൈ നോക്കണ്ട, എന്റെ മുഖം നോക്കി ലക്ഷണം പറയൂ. മുഖം കരിങ്കുറുങ്ങിന്റെ മാതിരി കറുപ്പാണെങ്കിലും ചേട്ടന്റെ മനസ്സ് വെള്ളയാണ്. ചേട്ടൻ ആർക്ക് ഉപകാരം ചെയ്താലും അത് ചേട്ടന് പാരയായി തന്നെ വരും. കർത്താവേ, എടാ ഞാൻ എത്ര കളക്ടറുടെ കാര്യം പറയണേ. ഞാൻ ഇന്നലെ എന്റെ കൂട്ടുകാരന് ഒരു പെഗ് മേടിച്ചു കൊടുത്തും അത് കുടിച്ചതും അവൻ എന്റെ തന്തയ്ക്ക് വിളിച്ചോടാ. അതിപ്പോ വാങ്ങിച്ചു കൊടുക്കണമെന്നില്ല. നിന്നെ കണ്ട ആർക്കായാലും തന്തയ്ക്ക് വിളിക്കാൻ തോന്നും. ബാസ്റ്റഡ്. ഞാൻ കുത്തു വെച്ചു കേട്ടോ. ചേട്ടേ, ഇനി എന്റെ കൈ ഒന്ന് നോക്കിയേ. ഇതൊരു അത്ഭുത കൈയാണല്ലോ. ആയുർരേഖ, ബുദ്ധിരേഖ, ഹൃദയരേഖ ഒന്നുമേ കാണല്ലേ. അയ്യോ, അത് ആരുണ്ടേ? നീ എടുത്തോ. ഇവന്റെ ആയുസ്സും ബുദ്ധിയും ഹൃദയവും ഒക്കെ ഓയിലിൽ കലങ്ങിപ്പോയതാ. ഇപ്പൊ വെറും കളഞ്ഞ പോലെ. ശരിയാ. എന്താ ഇവിടെ? വാട്ട് ഈസ് എ പ്രോബ്ലം? എന്താ ജോലി ചെയ്യാതെ കൂട്ടം കൂടി നിൽക്കുന്നത്? ഏതാ ഈ ആസാമി? എന്താ ഇയാളുടെ വണ്ടിക്ക് രോഗം? ഡോക്ടർ, നല്ല കണ്ടീഷൻ ജോലിസിനാ. മുഖത്ത് നോക്കി നല്ല കാര്യങ്ങൾ ബടി ബടി പോലെ പറയും. ആമാ സാർ, കറക്റ്റ് ആയിട്ട് പറയും. ആഹാ, എന്നാൽ എന്റെ മുഖത്ത് നോക്കി പറ. ഒഴിഞ്ഞു കിടക്കുന്ന എന്റെ വീടിന് കൃത്യമായിട്ട് വാടക തരുന്ന ഒരു കണ്ടീഷൻ പാർട്ടിയെ കിട്ടോ?
ഡീസന്റ് പാർട്ടി. കിടക്കും സാർ. ആദർശധീരനും കലാകാരനുമായ ഒരു യുവകോമളനായിരിക്കും വരുന്നത്. അയ്യോ, ആരായിരിക്കാം മഹാഭാവി? ആനാ ഒരു ചിന്ന പ്രശ്നം. അയൽവാസി ആരോ അവർക്ക് അവൻ പാരയായിരിക്കും. ഐ ഡോണ്ട് കെയർ. അതെനിക്കൊരു പ്രശ്നമല്ല. ഈ അലവലാദികൾ തന്നെയാണ് അവിടുത്തെ ദരിദ്രവാസികൾ. പോട്ടാ. ഒരു കുടുംബത്തിലെ ഭാര്യ ഭർത്തക്കന്മാരെ പോലെ ജീവിക്കുന്ന ഞങ്ങളെ തമ്മിൽ അടുപ്പിക്കാനാണോ പരിപാടി? ഒരു കാര്യം പറഞ്ഞേക്കാം, സമയം എടുക്കരുത്. പോയ സാറ് ரொம்ப കോപക്കാരനാണേലും മുഖത്ത് രാജയോഗം ഉണ്ട്. വെറുതെ ആനയും അമ്പാരിയും ഉള്ള ഒരു പെണ്ണ് വന്ന് കേറും. അപ്പൊ അതുമല്ല ആനപ്പാപ്പന്റെ മോളായിരിക്കും. ആമാ സാർ. പോത്ത് പോലെ കിടന്നുറങ്ങാൻ എന്താ വക്കീലെ, നന്ദിനിക്കുട്ടി വന്നില്ലേ? അഡ്വക്കേറ്റ് പൗലോസ് മണവാളൻ ഒരു കാര്യം ഏറ്റതാ, പിന്നെ അതിൽ അപ്പീലില്ല. എന്താ എല്ലാവരും പന്തം കണ്ട പെരിച്ചാഴി പോലെ നിൽക്കണേ? ഈശ്വര, വിശ്വസിക്കാനേ കഴിയണില്ല. ഇത് നമ്മുടെ നന്ദിനിക്കുട്ടി തന്നെയാണോ? ഒരു വിശ്വാസക്കുറവും വേണ്ട. കാർത്യായനി കുഞ്ഞമ്മയുടെയും ദേവിക കുഞ്ഞമ്മയുടെയും ഒരേ ഒരു സഹോദരൻ മാധവ മേനോന്റെ ഒരേ ഒരു മകൾ നന്ദിനിക്കുട്ടി തന്നെ ഇത്. അതിന് ഞാൻ ഗ്യാരണ്ടി, ലൈഫ് ടൈം ഗ്യാരണ്ടി. എന്റെ മനസ്സിൽ ഇപ്പോഴും ഇച്ചിരി പോലെ കുട്ടിയാ. കുട്ടി കാനഡയിൽ തന്നെയാണോ വരുന്നത്? എന്താ ശങ്കരമേനെ അങ്ങനെ ഒരു ചോദ്യം? അല്ല, മാനത്തുനിന്നെങ്ങാനും പൊട്ടി വീണതാണോ എന്നൊരു സംശയം. സംശയിക്കണ്ട, കാനഡയിൽ നിന്ന് മാനത്തേക്ക് പറന്ന് ഭൂമിയിലേക്ക് വന്നിറങ്ങിയതാ. എന്തൊരു ചിരി. അല്ല, ഇങ്ങനെ വിശേഷങ്ങൾ മുഴുവൻ വാതിക്കെ തന്നെ നിർത്തി ചോദിച്ച് ശ്വാസം മുട്ടിക്കണമെന്നില്ല. നന്ദിനി നീ എവിടെയും പോണില്ല, ഇഷ്ടം പോലെ സമയമുണ്ട്. ഈശ്വര, അതങ്ങ് മറന്നു. അവിടെ തന്നെ നിൽക്കേ. അയ്യോ, ആരുടെയൊക്കെ കണ്ണുവിട്ടിട്ടുണ്ടോ എന്തോ. അമ്മൂട്ടി ആഹാ, വിടിഞ്ഞ. എന്നെ ഓർമ്മയുണ്ടോ നന്ദിനിക്ക്? കാർത്തിയാനി അമ്മയുടെ ഡോട്ടർ അമ്മക്കുട്ടി ചേച്ചി. എന്നെ മനസ്സിലായോ? മീനാക്ഷിയല്ലേ? ഞാൻ വിചാരിച്ചേ കാനഡയിൽ തിരിച്ചു വരുമ്പോഴത്തേക്കും മലയാളം പോലും ഓർമ്മയുണ്ടാവത്തില്ലെന്ന്. എനിക്ക് എല്ലാവരെയും നല്ല ഓർമ്മയുണ്ട്. ദേവകി അമ്മായി, ശേഖരമ്മാമ, കാർത്തിയാനി അമ്മായി, ശങ്കരമ്മാമ. അമ്മ ചേച്ചി, പറഞ്ഞ പോലെ രാജേന്ദ്രൻ എവിടെ? അവൻ എന്തോ കാര്യത്തിന് തിരുവനന്തപുരത്ത് പോയിരിക്കുക. അതെന്തൊരു പണിയാ കാണിച്ചത്? നന്ദിനി ഇന്ന് എത്തുന്നു ഞാൻ പറഞ്ഞിരുന്നാണല്ലോ. പുള്ളിക്കാരന്റെ കാര്യമൊന്നും പറയണ്ട. നന്ദിനി വാ. ഇതാ നന്ദിനിക്കുട്ടിയുടെ മുറി. എങ്ങനെയുണ്ട്? അവിടുത്തെ പോലെ സൗകര്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ രണ്ടുമൂന്ന് പെട്ടി ഗോവണി വെച്ചാനുണ്ടെങ്കിൽ എന്റെ അടുക്കള കൂട്ടി പോകും കുഞ്ഞ്. ഞാൻ സഹായിക്കാം. വേണ്ട, ഞങ്ങൾ എടുത്തു വെച്ചോളാം. നന്ദിനി ഒന്ന് പോയി കുളിച്ച് ഫ്രഷ് ആകെ. ഓക്കെ. അപ്പോ കുട്ടീനെ ഇവിടെ തന്നെ സ്ഥിരതാമസാക്കാൻ പോവാണോ? പിന്നല്ലാതെ, കാനഡയിൽ ഇനി അവൾക്ക് ആരാ ഉള്ളത്? ആ പിന്നെ നന്ദി ഡിഫാക്ടോ ഗാർഡിയൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുണ്ട്. മരിക്കുന്നതിന് മുമ്പ് മാധവ മേനോൻ ഒരു വിൽപ്പത്രം എഴുതി വെച്ചിട്ടുണ്ട്. അത് പ്രകാരം അദ്ദേഹത്തിന്റെ ഇവിടത്തെ സ്വത്തുക്കളുടെ മുഴുവൻ അവകാശി നന്ദിനിയാണ്. അല്ല, അതിപ്പോ എങ്ങനെ ശരിയാവുക? എന്താ ശരിയാവാണ്ട്? അല്ല, മാധവൻ തന്നെയാണ് അത് എഴുതിയിരിക്കണെന്ന് എന്താ തെളിവ്? വിട്ടിത്തം പറയാതെ മേന്നെ, ഇതിനൊക്കെ ചില വകുപ്പുകളും നിയമങ്ങളൊക്കെ ഉണ്ട്. നോട്ടറി പബ്ലിക്കിന്റെ മുമ്പാകെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള വിൽപ്പത്ര. അപ്പൊ പെങ്ങളുമാരെ ഞങ്ങൾക്കൊന്നുമില്ലേ? നിങ്ങൾക്ക് കിട്ടാനുള്ളതൊക്കെ നേരത്തെ പിടിച്ചു വാങ്ങിയില്ലേ? പിന്നെ പാരമ്പര്യ സ്വത്തൊന്നും അല്ലല്ലോ. അന്യനാട്ടിൽ കിടന്ന് അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. ഇത് മുഴുവൻ അനുഭവിക്കാനുള്ള അർഹത നന്ദിനിക്കുട്ടിക്ക് മാത്രം.
ഇത്രയും കാലം സ്വന്തം മുതൽ പോലെ അനുഭവിച്ചത് പോരെ? ഈ നസ്രാണിയെ മാധവൻ സ്വന്തം വക്കീലാക്കിയെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ കരുതിയതാ ഇങ്ങനെയൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കുമെന്ന്. കാർത്തിയാനി കുഞ്ഞമ്മേ, കൈലാസ വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസ് തൊട്ടാൽ അത് ശുദ്ധമാകും എന്നൊരു ചൊല്ലുണ്ട്, കേട്ടിട്ടോ? അങ്ങനെയുണ്ട് ഒരു ചൊല്ല്. ഉണ്ട്. ഭാര്യമാരുടെ കീഴിൽ ഇവിടെ എങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല എന്നാ കേട്ടോളൂ. ഈ കൈലാസത്തിൽ ഒരു ശുദ്ധി കലശം നടത്താൻ എന്റെ തീരുമാനം. അവകാശപ്പെട്ട സ്വത്തുക്കൾ ആ കുട്ടി തന്നെ അനുഭവിക്കും. ഈശ്വരോ രക്ഷതു. ദേവി രക്ഷിക്കണേ സർവേശ്വരി, ഈ സ്വത്തുക്കളെല്ലാം അനുഭവിക്കാനുള്ള യോഗം എനിക്ക് തന്നെ ഉണ്ടാവണേ മഹാമായേ. നീ വന്ന വഴിക്ക് തന്നെ കാനടയ്ക്ക് തിരിച്ചു പോയോ? നന്ദിനി കുഞ്ഞെ, കുഞ്ഞെ കഥ തുറന്നേ. ഇത് ഞാനാ, മീനു. ഗുഡ് മോർണിംഗ്. ഗുഡ് നൈറ്റ്. ഒന്ന് മാറുമെന്ന് വെച്ചോട്ടെ. എനിക്ക് വയ്യ. അയ്യോ അങ്ങനെ നോക്കല്ലേ, എനിക്ക് നാണാവും കുഞ്ഞെ. നന്നായിട്ടുണ്ടല്ലേ? എനിക്കും തോന്നി. ഇതൊക്കെ ഇട്ടൊരു ചെത്തി എത്തണമെന്ന് കുറെ കാലം കൊണ്ട് വിചാരിക്കുന്ന. ഇവിടുത്തെ കുഞ്ഞമ്മമാര് സമ്മതിക്കണ്ടേ? ഇതിപ്പോ കുഞ്ഞു കൊണ്ടുവന്നു ഒരു നമ്പർ ഇറക്കിയുണ്ടല്ലേ. നമ്പറോ? അയ്യോ, അല്ലാതെ ഈ കാഴ്ച ബംഗ്ലാവിൽ നിന്ന് പിഴച്ചു പോകാൻ പറ്റുമോ? കാഴ്ച ബംഗ്ലാവോ? ആ, പേര് ശ്രീവത്സം ബംഗ്ലാവെന്നാണെങ്കിലും ശരിക്കും ഇതൊരു കാഴ്ച ബംഗ്ലാവ് തന്നെയാ. ഒരല്പം മനുഷ്യപ്പറ്റുള്ളത് അമ്മൂട്ടി കുഞ്ഞിന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ ആനയും കുതിരയും പുലിയും സിംഹവും കടുവയും കരടിയും ഒക്കെയാ. എന്തിനാ മീനാക്ഷി ഇങ്ങനൊക്കെ പറയണേ? അവരൊക്കെ വെറും പാവങ്ങളല്ലേ. എന്നോട് എന്ത് സ്നേഹമായിട്ടാ പെരുമാറുന്നേ? പിന്നെ അല്ലാതെ മേലനങ്ങാതെ കൊച്ചിന്റെ അച്ഛന്റെ പുട്ടടിച്ചോണ്ട് കഴിയുന്നവർക്ക് പിന്നെ എന്താ സ്നേഹമായിട്ട് പെരുമാറിയാല്? വാട്ട് പുട്ടോ? വാട്ടുപുട്ടല്ല, അരിപ്പുട്ട്. അയ്യോ, കാനഡയിൽ പുട്ടില്ലായിരിക്കും. സാരമില്ല, ഇപ്പൊ തന്നെ മീൻ ഉണ്ടാക്കി തരാം. അയ്യോ പഞ്ചാര അമ്മച്ചി. മീനാക്ഷി, വാഴപ്പിണ്ടി നീര് റെഡി ആയോ? ഇപ്പൊ കൊണ്ടുവരാങ്ങന്നേ. ഹലോ, ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. ഉറക്കമൊക്കെ സുഖമായിരുന്നോ മോളെ? ഓ യെസ്. മീനാക്ഷി, ഉടനെ കൊണ്ടുവരണേ. ചെന്നാട്ടെ. ഇതാ കുറുക്കൻ. വാഴപ്പിണ്ടി നീരുന്ന ഇപ്പൊ ഇങ്ങോട്ട് വന്നൊരു സൂത്രമാ. പുള്ളിക്കാരന് രാവിലെ എണീറ്റ് മീനോനോട് എന്തെങ്കിലും കൊച്ചു വർത്താനം പറഞ്ഞാലും ഒരു സമാനം കിട്ടും. കഴുകി തുടച്ച് മീന് നല്ല കുട്ടപ്പനാക്കി ഇട്ടിട്ടുണ്ട്. താങ്ക് യു. അമ്മാവൻ വരുമ്പോഴേ ഇത് കഴുകും തുടയ്ക്കും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. എന്റെ ഡാഡിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടിയായിരുന്നു. ഐശ്വര്യം കൊണ്ടുവന്ന് കയറിയ വണ്ടിയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു. ഓക്കെ ബൈ. മോളെ സൂക്ഷിച്ചു പോണേ. എന്താ മനോരേട്ടാ? ഇതൊന്ന് തുറന്നു നോക്കിയേ. എന്താണ് പറയൂ? ഒന്ന് നോക്ക്. ഹായ്, നന്നായിട്ടുണ്ടല്ലോ. ഞാൻ കരുതി ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ലാന്ന്. നന്ദിനിക്കുട്ടിയുടെ ഫോട്ടോ അല്ലേ? ഏത് പൊട്ടനെടുത്താലും കിട്ടും. വേണ്ട, വെച്ചോ, എന്റെ ഇഷ്ടം പോലെ ഉണ്ട്. താങ്ക് യു. ഓക്കെ ബൈ. ടാറ്റ. ടാറ്റ. അമ്മേ.